നമ്മളിപ്പോ അയോധ്യ പോയോ? അയോധ്യ പോയില്ല. എനിക്കൊരു പാർലമെന്റ് ടൂർ വന്നതാണ്, ഞാൻ പോയില്ല. എന്താ പോനെ? വെറുതെ ഒരു വിവാദത്തിലേക്ക് പോകണ്ട. കാരണം പാർലമെന്റ് കമ്മിറ്റിയുടെ ടൂറ് ഞാൻ റെയിൽവേ മന്ത്രാലയത്തിൽ അതിലൊക്കെ ഒരു സൂക്ഷ്മത കാണിക്കുന്നുണ്ട്. റെയിൽവേ മന്ത്രാലയത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറാണ്. കേരളത്തിൽ നിന്ന് റെയിൽവേ മന്ത്രാലയത്തിലുള്ള ഏക സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറാണ്. അപ്പോൾ അയോധ്യ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം റെയിൽവേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. അയോധ്യ നിന്ന് തുടങ്ങി ഇന്ത്യയിലെ പല ഭാഗത്തും. അപ്പോൾ അയോധ്യയിൽ ക്ഷേത്ര ദർശനം പറഞ്ഞിട്ടില്ല. അയോധ്യയിൽ പുതുതായി പണിത റെയിൽവേ സ്റ്റേഷൻ വിസിറ്റ് ചെയ്യുക, അവിടുത്തെ ഫെസിലിറ്റീസ് പരിശോധിക്കുക എന്നുള്ളതാണ്. പക്ഷേ അയോധ്യ ക്ഷേത്രം ദർശനത്തെക്കുറിച്ച് ആ ടൂറിൽ പറയുന്നില്ല, അത് പറയാറുമില്ല. അവിടെ ചെല്ലുമ്പോൾ ആർക്കെങ്കിലും പോകണമെങ്കിൽ അങ്ങോട്ട് പോകാം. അത് അയോധ്യയിൽ മാത്രമല്ല, ഈ കമ്മിറ്റികൾ പോകുമ്പോൾ എവിടെയെങ്കിലും മിക്കവാറും ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നതോ അങ്ങനെയുള്ള അതും കൂടി കണക്കിലിട്ടാണ് ഈ ടൂർ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ അങ്ങനെ വന്നിരുന്നു. പക്ഷെ ഞാൻ അത് ഒഴിവാക്കി, ഒരു ചർച്ചയ്ക്ക് ഒഴിവാക്കി. മറ്റൊരു അവസരത്തിൽ പോകാം. ഇപ്പോൾ വിവാദങ്ങളായി നിൽക്കുമ്പോൾ അതൊരു ഒഴിവാക്കിയായിരുന്നു. ഓക്കെ, അപ്പോൾ താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഉണ്ണിയപ്പൊക്കെ കഴിച്ചു കാണും. ഇനിയിപ്പം ഞങ്ങൾ ഉണ്ണിയപ്പൊക്കെ കഴിച്ചാൽ തുടങ്ങിയത്. MP ഫണ്ടിന്റെ കാര്യത്തിൽ വസ്തുതാപരമായ വാർത്തയല്ല വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ എതിരാളികളെ ഈ അവസരത്തിൽ അവരോട് പറയുന്നു, ഈ 6.5 കോടി രൂപ ഞാൻ ലാപ്സാക്കി എന്ന് അവർക്ക് തെളിയിക്കാമെങ്കിൽ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പിന്മാറാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 6.5 കോടി രൂപ ഈ മണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടില്ല എന്ന് പ്രചരണം നടത്തുന്നവരോട് കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നു, അത് തെളിയിച്ചാൽ ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവാങ്ങാം. യെസ്, അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് വരട്ടെ. രേഖകൾ എൻ്റെ കയ്യിലുണ്ട്, ജില്ലാ കളക്ടറേറ്റിലുണ്ട്, അത് പ്ലാനിംഗ് ഓഫീസിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ തൻ്റെ അടുത്തോടു കൂടി കാര്യങ്ങൾ വിശദീകരിക്കാനും വെല്ലുവിളിക്കാനും അതിൽ വസ്തുതയില്ലാതെ പറ്റില്ലല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എതിരഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ വരൂ, കൊടിക്കുന്നിൽ സുരേഷ് മുട്ടാൻ തയ്യാറാണ്. അരുൺ, ഇനിയെങ്കിലും മനസ്സിലാക്കുക, മറ്റുള്ള MP മാരെ അളക്കുന്നത് പോലെ എന്നെ അളക്കരുത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ 7 പ്രാവശ്യം ജയിച്ചുവെങ്കിൽ 27 പ്രാവശ്യമാണ് പാർലമെന്റിന്റെ ലോക്സഭയുടെ കണക്കനുസരിച്ച് MP ആയിട്ടുള്ളത്. കാരണം 2-3 ലോക്സഭകൾ ഇടയ്ക്ക് വെച്ച് പിരിച്ചുവിട്ടത് കൊണ്ട്, കാലാവധി പൂർത്തിയാക്കാത്തതുകൊണ്ട് ചിലവർ 35 വർഷം ഇല്ല. ഇവിടെ 25 വർഷം പൂർത്തിയാക്കിയ MLA മാർ ഇനിയും മത്സരിക്കാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ 55 വർഷം MLA മാരും മന്ത്രിമാരുമായിരുന്നു ഉള്ള ഒരു സംസ്ഥാനത്ത് 27 വർഷം മാത്രം പൂർത്തിയാക്കിയ എന്നോട് പറയുകയാണ് എന്തുകൊണ്ടും വീണ്ടും മത്സരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഞാനൊരു പാവപ്പെട്ട സാധാരണ അധസ്ഥ വിഭാഗത്തിൽ വന്ന ഒരാളെന്ന നിലയിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇങ്ങനെ തുടർച്ചയായി ജയിക്കുക എന്നെ അഭിനന്ദിക്കുന്നതിന് പകരം ആ 3 സീസണുകൾ രാഷ്ട്രീയം കണ്ട ഒരു നേതാവ് എന്ന രീതിയിൽ നമ്മൾ ശരിക്കും അഭിനന്ദിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് ഹാർഡ് വർക്ക് തന്നെയാണ്, അക്കാര്യത്തിൽ ഒരു സംശയം. കഠിനാധ്വാനത്തിന് ജനങ്ങൾ തരുന്ന അംഗീകാരമാണ് ഈ വിജയം. ഈ രാഷ്ട്രീയത്തിന്റെ തിരക്കിനിടയിൽ എന്തെങ്കിലും എന്റർടൈൻമെന്റ് എന്തെങ്കിലും ഉണ്ട്? അല്ല, ഞാൻ എന്റർടൈൻമെന്റ് സിനിമ കാണുന്ന ഒരു പതിവുണ്ട്. അത് താരങ്ങൾ ഒരുപാട് പേരുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല. മോഹൻലാലുണ്ട്, മമ്മൂട്ടിയുണ്ട്, ദിലീപ് വളരെ ഇഷ്ടപ്പെട്ട താരമാണ്. സിനിമയൊക്കെ കാണും, ഇടയ്ക്ക് ഫ്രീ ടൈമിൽ സിനിമയൊക്കെ കാണും, നാടകം കാണും. യാത്ര ചെയ്യാനും താല്പര്യമുണ്ട്. അമ്പലങ്ങളിൽ ഉത്സവത്തിന് ഒക്കെ പോയി കാണാറുണ്ട്. ചെട്ടികുളങ്ങര കുംഭഭരണിക്ക് ഇപ്പോഴും ഞാൻ ഉണ്ടായിരുന്നു. എല്ലാ പള്ളികളിലെ അമ്പലങ്ങളിലെ എല്ലാ ഉത്സവങ്ങൾക്ക് മുസ്ലിം. ഒരു സംശയം, ഇപ്പൊ എത്ര കല്യാണത്തിന് കൂടി കാണും? കൊടിക്കുന്നിൽ സുരേഷ് കേരളത്തിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയൊരു ബ്രാൻഡ് എന്ന് പറയുന്നത് അത് അങ്ങനെ ട്രോളാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏത് കല്യാണം ഉണ്ടെങ്കിലും കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ഉണ്ടാവും എന്നുള്ളത്. കല്യാണം മാത്രമല്ല, മരണത്തിൽ അവിടെ ഉണ്ടാവും. കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു ബ്രാൻഡ് ശൈലി എന്ന് പറയുന്നത് ഈ വീടിന് ഒരംഗം എന്ന നിലയിൽ ജനങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ളത്. അതാണ്. എത്ര കല്യാണത്തിൽ കൂടി കാണും ഏകദേശം? എനിക്ക് തന്നെ കണക്ക് പറയാൻ പറ്റുന്നില്ല. കല്യാണം ഞാനൊരു വീട്ടിൽ ഈ നിയോജകമണ്ഡലത്തിലെ മിക്കവാറും ഏതാണ്ട് ഒരു 60% വീടുകളുമായിട്ട് എനിക്ക് ആത്മബന്ധമുണ്ട്, കുടുംബത്തിലെ അംഗത്തെ പോലെ ഒരു ബന്ധമുണ്ട്. അതാണ് എൻ്റെ ഒരു വിജയം. ഞാൻ എന്ത് അവരുടെ ആപത്തുണ്ടായിരുന്നാലും സന്തോഷം ഉണ്ടായാലും പ്രയാസങ്ങളും ഞാൻ അവിടെ എത്തും. ഇപ്പോഴത്തെ കന്നി വോട്ടറുടെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണത്തിന് ആശീർവദിക്കാൻ താങ്കൾ ഉണ്ടായിരുന്നു. അതെ, മാത്രമല്ല 2 ഓഫീസുകളാണ് മാവേലിക്കര പാർലമെന്റ് വേണ്ടി 2 MP ഓഫീസാണ് പ്രവർത്തിക്കുന്നത്. ഈ MP ഓഫീസിൽ വരുന്ന ഒരാൾ നിരാശയായി പോയിട്ടില്ല. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും. കാരണം എനിക്കുള്ള പ്രതിപക്ഷത്തായിരുന്നാലും
എനിക്ക് ആര് ഭരണകക്ഷിയായിരുന്നാലും അവരുമായിട്ട് അടുപ്പമുണ്ട്. കാരണം എന്നോടൊപ്പം എം പിമാരായിരുന്നവർ മന്ത്രിമാരാകുന്നത്, ഞാൻ എം പി ആയിരുന്നപ്പോൾ പങ്കെടുത്ത മീറ്റിങ്ങിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥന്മാരായിരിക്കും വീണ്ടും വീണ്ടും പല മന്ത്രാലയത്തിൽ മാറി. അപ്പോൾ എനിക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല, അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് റെയിൽവേ യാത്രാ രംഗത്ത് ഇത്രയും വലിയ മുന്നേറ്റം ഈ പുതിയ പുതിയ ട്രെയിനുകളൊക്കെ ഈ മണ്ഡലത്തിൽ നേടിയത്. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ആലോചിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വോട്ടർമാർ വോട്ട് ചെയ്യുന്നത് അനുഭവ സമ്പത്തും പരിചയ സമ്പത്തുമാണ്. എനിക്കെതിരെ ഇപ്പോൾ പറയുന്നത് LDF പറയുന്നത് യുവാവാണ്, യുവത്വത്തിൻ്റെ അതെ അതെ അതെ. എനിക്കെതിരെ ഇപ്പം കഴിഞ്ഞ 2009 മത്സരിച്ചത് CPIയുടെ സ്ഥാനത്ത് RSL 32 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ചെങ്ങറ സുരേന്ദ്രൻ അന്ന് എനിക്കെതിരെ മത്സരിക്കുമ്പോൾ 40 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറുപ്പക്കാരാണ് CPIക്കാർ എനിക്കെതിരെ നിർത്തി പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളത്. അപ്പോഴും ഈ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർ അനുഭവ സമ്പത്തിനും പരിചയ സമ്പത്തിനും മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മണ്ഡലത്തിലെ ജനങ്ങളുടെ വോട്ടർമാരുടെ സുഖദുഃഖങ്ങളിൽ വന്നു പോകുന്ന ഒരാളെന്ന നിലയിൽ വോട്ടർമാർ എന്നെയാണ് പരിഗണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തവണയും കഴിഞ്ഞ പ്രാവശ്യം പ്രവചനാതീതമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. താങ്ക് യു ശ്രീ സുരേഷ്. അപ്പോൾ ഉഷാറാവട്ടെ. എന്തായാലും വിജയിച്ചെത്തുന്ന ഘട്ടത്തിൽ നമുക്ക് ഡൽഹിയിൽ വെച്ച് കാണാം. തീർച്ചയായിട്ടും. അപ്പോൾ അന്ന് മധുരമുള്ളൊരു ചായ വേണം. അപ്പോൾ താങ്ക് യു. എനിക്കൊന്ന് ഉണ്ണിയപ്പമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്വന്തം മണ്ഡലത്തിൽ വരുമ്പം ഒരു ഉണ്ണിയപ്പം കിട്ടുക എന്നുള്ള വലിയൊരു കാര്യമാണ്. ചൂട് ഉണ്ണിയപ്പം. ഞങ്ങൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ചേട്ടനെ രാവിലെ കണ്ടു, കൃഷ്ണമൂർത്തി ചേട്ടൻ. രാവിലെ 5 മണിക്ക് തിട്ടും. അപ്പോൾ മധുരം കഴിച്ചോളൂ കണ്ടോ. അപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടോ ഇന്നത്തെ പ്രചരണം ഉണ്ണിയപ്പത്തിലൂടെ അല്ലേ. അപ്പോൾ പരിഭവങ്ങളൊക്കെ തീർന്നു. എല്ലാം ഒരു ഉണ്ണിയപ്പം കഴിച്ചാൽ തീരുന്ന പരിഭവമേ ഉള്ളൂ കൊടിക്കുന്നിൽ സ്റ്റേഷന്. അങ്ങനെ കേട്ടോ ചില മനുഷ്യർ. അരുണിനോട് എത്രയൊക്കെ പരിഭവം തോന്നിയാലും തുറന്നു പറയാൻ പറ്റുന്ന മനുഷ്യർ എത്രയൊക്കെ പരിഭവം തോന്നിയാലും കാണുമ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാം ഐസ് കെട്ട് അലിയുന്ന പോലെ അലിയുന്നു. ഇത് അരുണിന് മാത്രമുള്ള ഒരു സവിശേഷമായ പ്രത്യേകതയാണ്. താങ്കളുടെ പിതാവ്, ഞാൻ താങ്കൾ കുട്ടിക്കാലത്ത് പിതാവിന്റെ ഒക്കത്തിരുത്തി റോസാപ്പൂ വന്നത്. അങ്ങനെ അന്നത്തെ ഞാൻ ആദ്യം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്നെ മാലയിട്ട് സ്വീകരിച്ച കൊച്ചുകുട്ടികൾ ഇപ്പൊ കല്യാണവും കഴിച്ച് അവരുടെ മക്കളുടെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. താങ്ക് യു. അപ്പൊ ഞങ്ങൾ ഇനി സഞ്ചരിക്കുന്നു.